റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് ഇരിട്ടി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം ഉറപ്പാക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു റേഷൻ സംവിധാനമാണ് പിന്നീട് 2 നിലമായും 3 നിലമായും സാർവത്രികമായി നടപ്പിലാക്കാനുള്ള തീരുമാനമായി റേഷൻ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റേഷൻ അരി മാത്രമല്ല, ഗോതമ്പും ചോളവും, പണ്ട് ചോളമുണ്ടായിരുന്നു, ചോളവും പലവ്യഞ്ജന സാധനങ്ങളടക്കം റേഷൻ കടയിലൂടെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം പഴയ പക്കാർക്ക് എല്ലാവർക്കും അറിയാം. അന്ന് കേരളത്തിലെ തെരുവുകളിൽ അത്രയൊന്നും പലചരക്ക് കടകൾ ഉണ്ടായിരുന്നില്ലാത്ത, ലഭ്യമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മുതിര ഉൾപ്പെടെ വിവിധങ്ങളായ ധാന്യങ്ങൾ അന്ന് റേഷൻ കടയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോണിയാഗാന്ധി UPA ചെയർമാനായപ്പോൾ മൻമോഹൻ സിംഗാണ് ആദ്യമായി എല്ലാവർക്കും ഭക്ഷ്യം എന്ന് പറയുന്ന ഒരു നയം രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. അതിന്റെ ഭാഗമായി മുഴുവൻ മാസത്തേക്ക് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും റേഷൻ സംഭരിച്ചു വെക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഒരു കാരണവശാലും എത്രയെല്ലാം പ്രളയമുണ്ടായാലും അല്ലെങ്കിൽ പ്രളയക്കെടുതി ഉണ്ടായാലും മിനിമം 3 മാസമെങ്കിലും അവർക്ക് റേഷൻ മുടങ്ങിക്കൂടാ എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് വന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് PA നസീർ അധ്യക്ഷനായി. കാഞ്ഞിരോളി രാഘവൻ മാസ്റ്റർ, സുരേഷ് മാവില, PK ജനാർദ്ദനൻ, ലിസി ജോസഫ്, K വേലായുധൻ, VT തോമസ്, സാജു യോമസ്, TV രവീന്ദ്രൻ, C അഷ്റഫ്, തോമസ് വർഗീസ്, മട്ടിണി വിജയൻ, PC പോക്കർ, V മോഹനൻ, KV പവിത്രൻ, നിധിൻ നടുവനാട്, മിനി പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്. വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ.